Domine et miserere, quia peccavimus tibi. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് മാർച്ച് 19 വിശുദ്ധ യൗസേ പിതാവിൻ്റെ തിരുനാൾ. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മറിയവും യൗസേപ്പും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെടുകയും യൗസേ പിതാവ് മറിയത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യൗസേ പിതാവിനോട് ഇങ്ങനെ പറയുന്നു: മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന്. യൗസേ പിതാവിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് മൗനത്തിലാണ്, സ്വപ്നത്തിലാണ്. നമ്മുടെ ജീവിതത്തിലും ഈ മൗനത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അല്പസമയം എനിക്ക് മൗനമായിട്ട് അല്ലെങ്കിൽ നിശബ്ദമായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന്. ഒത്തിരിയേറെ ശബ്ദങ്ങളുള്ള ലോകത്താണ് നാം താമസിക്കുന്നത്. ആർക്കും ഒരല്പസമയം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനോ അല്പസമയം മൗനമായിട്ടിരിക്കാനോ സാധിക്കുന്നില്ല. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ മൗനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാനായിട്ടും ആ മൗനത്തിൽ ഈശോയെ കണ്ടെത്താനായിട്ടും ഈശോയുടെ സ്വരം ശ്രവിക്കാനുമായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.